ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 10 വെണ്ടയ്ക്ക, നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി, ഒരു സവാള, 2 പച്ചമുളക്. ഇത് നാലും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരുപോലെ കട്ട് ചെയ്യണേ. എന്നിട്ട് അടുപ്പ് കത്തിച്ച് അതിലേക്ക് ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ വീത്തി കൊടുക്കണം. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുകും കരിവേപ്പിലയും പൊട്ടിച്ച് നമ്മൾ കട്ടാക്കി വെച്ചിരിക്കുന്ന കഷ്ണത്തെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് കൊടുക്കണേ. എന്നിട്ട് നമുക്കിതിന് ആവശ്യമായ പുളി വേണം. പുളിക്ക് ഒരു മുട്ടായിയുടെ അളവിനുള്ള പുളി, ഒരു ഉരുണ്ടയ്ക്ക് പുളി എടുത്ത് വെള്ളത്തിലിട്ട് നന്നായിട്ട് അത് പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുക്കണം. ചാറെടുത്തിട്ട് നമ്മൾ വീണ്ടും ഇതിനെ ഒന്നുകൂടെ തുറന്ന് നോക്കണം. തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറായിരിക്കണം. നമ്മൾ നോക്കുമ്പോഴേ നല്ല ചുവന്ന് ബ്രൗൺ കളറാവുന്നത് വരെ നമ്മളിത് അടച്ച് ആവിയിലിട്ട് നന്നായിട്ട് വേവിക്കണം. നല്ല ബ്രൗൺ കണ്ടോ, ഇതുപോലെ നന്നായിട്ടുള്ള ബ്രൗൺ കളറാവുമ്പോൾ അതിലേക്ക് ആവശ്യമായ മസാല 2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതാണ് അതിൻ്റെ മസാല, വേറെ ഒന്നും ഇതിന് ആവശ്യമില്ല. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി നല്ല ഒരു കളർ വരും കണ്ടോ, കളർ വരും, നല്ല ഒരു മണവും. അപ്പോൾ ഈ പുളി പിഴിഞ്ഞ് വെച്ചേക്കുന്ന പുളിയെ എടുത്ത് നമ്മൾ അതിലേക്ക് വീത്തി കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒരു കുഴമ്പ് പരുവത്തിലേക്ക് ആക്കി അടച്ച് വെക്കണം. ഒന്നുകൂടെ അടച്ച് വെച്ച് നമ്മൾ തുറക്കുമ്പോഴേ അത് ഒരു എണ്ണ വിട്ട പാകത്തിലിരിക്കും. അപ്പോൾ കറി റെഡിയായെന്ന് വിചാരിച്ചോളണം. ബൈ.